നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം എന്ന് വേണം പറയാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ഈ അൻവറിന്റെ സ്വാധീനമുള്ള ബൂത്തുകളിലാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അൻവറിന് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 2500-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ഇത്തവണ ചതുഷ്കോണ മത്സരമായതിനാൽ വോട്ട് എങ്ങോട്ട് പോയെന്നതാണ് ഉറ്റുനോക്കുന്നത്. ആദ്യ റൗണ്ടിൽ മാത്രം PV അൻവർ ആയിരുന്നു വോട്ട് പ്രതീക്ഷിക്കുന്നത്. അതേസമയം UDF ആകട്ടെ 1000 വോട്ട് ഭൂരിപക്ഷം ആദ്യ റൗണ്ടിൽ നേടുമെന്ന് പറയുന്നുണ്ട്. ആദ്യ റൗണ്ടിൽ മാത്രമാണ് PV അൻവർ 1000 വോട്ട് പ്രതീക്ഷിക്കുന്നത്. ഈ 1000 വോട്ട് PV അൻവറിന് ലഭിക്കുകയാണെങ്കിൽ മുമ്പുള്ളതുപോലെ തന്നെയാണ് ജനവികാരം ഇപ്പോഴും ഉള്ളത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. PV അൻവർ ആണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതെങ്കിൽ അതൊരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണക്കാരുടെ സഹായം അടക്കം ചോദിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ. പക്ഷെ എപ്പോഴും PV അൻവറിനും അത്ര പ്രതീക്ഷയില്ല ആരെയാണ് ജയിക്കുക എന്ന കാര്യത്തിൽ അത്ര പ്രതീക്ഷ പോരാ. എന്തായാലും UDF ഈ ഒരു കോട്ടയിൽ ആദ്യ വോട്ടെണ്ണലിൽ 1000 വോട്ട് ഭൂരിപക്ഷം ആദ്യ റൗണ്ടിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ LDF ഈ റൗണ്ടിൽ തങ്ങൾ പിന്നിലായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യ റൗണ്ടിൽ മാത്രം അൻവർ പ്രതീക്ഷിക്കുന്നത് 1000 വോട്ടാണ്. വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണുന്ന ആദ്യ 4 റൗണ്ടിൽ 5000 മുതൽ 7000 വോട്ട് വരെ നേടാനാകുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. ഈ ബൂത്തുകളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നേടാനായാൽ PV അൻവർ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അർത്ഥം. മറിച്ചാണെങ്കിൽ LDF UDF പോരെന്നതിലേക്ക് ഫലസൂചന മാറിമറിയും. അതേസമയം വഴിക്കടവിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ളതിനാൽ ആദ്യ 3 റൗണ്ടിൽ മാത്രം 3000 വോട്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവചനം. മണ്ഡലത്തിൽ 10000 വോട്ട് ഭൂരിപക്ഷം കോൺഗ്രസ് ക്യാമ്പ് ഉറപ്പിക്കുന്നുണ്ട്. 20000 വോട്ട് ഭൂരിപക്ഷം നേടുമെന്നാണ് DCC പ്രസിഡന്റ് VS ജോയ് പറയുന്നത്. എന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് വഴിക്കടവ് പഞ്ചായത്തിൽ 1500 വോട്ട് ഭൂരിപക്ഷമാണ് LDF കണക്കാക്കുന്നത്. എന്തായാലും പ്രവചനങ്ങളുമൊക്കെ തന്നെ ഓരോ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമോ ഇല്ലയോ, ഒരു ചെറിയ കോളിളക്കമെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കുമോ നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ശുഭകരമായ വാർത്തയല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM-ന് ലഭിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സ്വരാജിന്റെ വിധിയും അതേ വഴിയിലേക്കാണോ അടക്കമുള്ള കാര്യങ്ങൾ പറയണം. പക്ഷേ മുൻ നടന്നിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിന്റെയും ഒരു ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ CPM നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഒരുപക്ഷെ ലഭിച്ചിരുന്നത് സ്വരാജിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനവികാരം ഒരുപക്ഷെ സ്വരാജിനോട് ആയിരിക്കുമോ എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഉടൻ തന്നെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.